ഗുഡ് മോർണിംഗ് ഓൾ. ഹലോ ദിവസം രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബലി മിക്സഡ് സെന്റിമെന്റ്സ് ആണ് ഉള്ളത്. പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ് എങ്കിലും മിക്സഡ് ആയ രീതിയിലാണ് US മാർക്കറ്റൊക്കെ ക്ലോസ് ചെയ്തത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കമൻ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ RBIയുടെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം നിലവിലില്ല, വെയിറ്റ് ആൻഡ് സീ എന്നുള്ളൊരു സമീപനമാണ് ഇപ്പോൾ RBI പാലിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഇന്ത്യൻ മാർക്കറ്റിനുണ്ട്. സെയിം ടൈം S&P ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് 6.6 ആയിട്ട് കുറച്ചു എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ US പോയാലോ, US PCE ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. അത് ഉയർന്ന പ്രതീക്ഷിച്ചതിലും ഉയർന്ന നിരക്കായതുകൊണ്ട് തന്നെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ കുറയും. അവിടെ US പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ ആ പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഫെഡ് വളരെയധികം കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ഡേറ്റ ആയിരുന്നു PCE ഇൻഫ്ലേഷൻ ഡേറ്റ. ഇനിയിപ്പോൾ ഇന്ന് US നിന്ന് അവിടുത്തെ GDP ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ അതും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കുറയ്ക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ. ഇറാനിലേക്ക് പോകുകയാണെങ്കിൽ പ്രത്യേക പുതിയ അപ്ഡേറ്റ്സും തന്നെ ഇല്ല, നിലവിലുള്ള സാഹചര്യങ്ങൾ തുടരുകയാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കാണാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $4,000 താഴെ പോയി, 3,991 സിൽവറും 1% ഇടിഞ്ഞ് 57 ബിറ്റ്കോയിൻ 60,000 നിൽക്കുന്നു, ബ്രന്റ് ഓയിൽ 73 നാച്ചുറൽ ഗ്യാസും 3.2. നിഫ്റ്റി ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഡോ ഫ്ലാറ്റ് ആണ്. എന്നാൽ നാസ്ഡാക്ക് ഫ്യൂച്ചർ കാണാൻ 400 പോയിന്റ് അപ്പായിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവ്. ഏറ്റവും താഴെ പോകുകയാണെങ്കിൽ US വിക്സ് 16 നാസ്ഡാക്ക് ഇടിഞ്ഞിരുന്നു, എന്നാൽ ഡോ പ്ലസ് ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആയിരുന്നു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോ ഒരു 4% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു, എന്നാൽ 2% തിരിച്ചു കയറി. അപ്പോൾ 2% ഇടിഞ്ഞു. ഇൻഫോസിസിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. HDFCയും ICICI തന്നെ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബിറ്റ്കോയിനിൽ ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. നമുക്ക് INR ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രോക്കർ പോലെ തന്നെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാം. ട്രേഡ് ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ ബിറ്റ്കോയിൻ ക്രിപ്റ്റോ ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, ഫ്രീ ക്രിപ്റ്റോ കോഴ്സ് നമ്മൾ അയക്കും. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. എയർടെല്ലിന് ഒരു പോസിറ്റീവ് അപ്ഗ്രേഡ് കിട്ടിയെന്നുള്ള ന്യൂസ് ഉണ്ട്. HCL ടെക് IT കമ്പനിയാണ്. അവരൊരു പുതിയ AI ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വേദാന്ത റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാനായിട്ട് ഒരു പുതിയ കമ്പനി അവർ ഫോം ചെയ്തു. NLC ഇന്ത്യ കമ്പനി ഇവരൊരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഗ്രീൻ എനർജി പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒഡീഷയിൽ. LIC ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. ഭാരത് ഫോർജ് കമ്പനിയെ സംബന്ധിച്ച് കമ്പനി 36 ലക്ഷം രൂപ കൊടുത്ത് RS എയറോ സ്ട്രക്ചർ അക്യൂർ ചെയ്തു. ടാറ്റ സ്റ്റീൽ അവരും $172 മില്യൺ കൊടുത്ത് സ്റ്റീൽ ഹോൾഡിങ്സ് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. എംബസി ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഗവൺമെൻറ് ഓഫ് UP ആയിട്ട് റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ധാരണയായി. ജുബിലൻറ്റ് ഫാർമ കമ്പനിക്ക് ഇൻകം ടാക്സ് ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇൻഫോസിസ് കമ്പനി ഇവർ AI ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇവർ ഒരു അഡോബ് ക്രോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂസ്. വൈകിട്ട് കാണാം. താങ്ക് യു.